ഡിസൈൻ കൊണ്ട് മായാജാലം സൃഷ്ടിക്കുന്ന ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് UK ബേസ്ഡ് ആയിട്ടുള്ള നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ്. അവരുടെ ആദ്യ ഫോൺ മുതൽ, അതായത് നത്തിങ് ഫോൺ 1 മുതൽ ഇന്ന് വരെ പുറത്തിറങ്ങിയ ഓരോ ഫോണുകളും സത്യം പറഞ്ഞാൽ ഡിസൈനിൽ ആളുകളെ ഞെട്ടിക്കുകയാണ്. ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇത് എന്ത് ഡിസൈൻ ആണെന്ന് തോന്നിപ്പോകുന്ന തരത്തിലുമാണ് ചില ഫോണുകളുടെ ഡിസൈനിങ്. എന്ത് തന്നെയായാലും കാഴ്ചയ്ക്ക് വേറിട്ട ഒരു ലുക്ക് തന്നെയാണ് നത്തിങ്ങിന്റെ ഓരോ ഫോണുകളും സമ്മാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ നത്തിങ്ങിന്റെ ഏറ്റവും പുതിയ ഫോണും വന്നിരിക്കുന്നു. ഡിസൈനിൽ വേറിട്ട ഡിസൈനുമായിട്ട് തന്നെയാണ് ഇത്തവണത്തെ പുതിയ ഫോണും വന്നിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ പേര് നത്തിങ് ഫോൺ 4A Pro. നമ്മൾ നത്തിങ്ങിന്റെ 4A Proയ്ക്ക് മുൻപുള്ള നത്തിങ് 4A റീസെന്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണാം. കിടിലൻ ഫോണായിരുന്നു. അപ്പോൾ നത്തിങ്ങിനകത്ത് ഞാൻ നോക്കി കാണുന്ന ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രൈസ് നോക്കാതെ ക്യാമറ ബെറ്റർ സെറ്റപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് ടെലിഫോട്ടോ ക്യാമറയൊക്കെ ഈ പ്രൈസ് പോയിന്റിലും കൊടുക്കുന്നു എന്നുള്ളതാണ് നത്തിങ്ങിന്റെ മിക്ക ഫോണുകളുടെയും സവിശേഷത. നോക്കിയാൽ ബോക്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു ഫോണിന്റെ ഡിസൈൻ തന്നെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നത്തിങ് എന്നൊക്കെ എൻ്റെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ചെയ്യാൻ എളുപ്പമാണ്. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഫീൽ ഓഫ് ചെയ്താൽ മതി. ഇവിടെ ഒരു പേപ്പർ ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നത്തിങ് 4Aയിലാണ് നത്തിങ് ഇത്തരത്തിലൊരു കേസ് കൊടുത്ത് തന്നെ തുടങ്ങിയത്. നേരത്തെ കേസ് ഒന്നും കൊടുക്കില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും കേസ് 4A മുതൽ കൊടുത്തിട്ടുണ്ട്. 4A Proയിലും കേസ് കൊടുത്തിട്ടുണ്ട്. ചാർജിങ്ങിന് C2C ചാർജിങ് കേബിൾ, അതുപോലെ സിം ഇജക്ടർ പിൻ നോക്കി അതൊക്കെ നല്ല രസമാണ് കാണാൻ. യൂസർ മാനുവൽ ഇത്രയേ ഉള്ളൂ ഫോണിന്റെ ബോക്സിനകത്ത്. പിന്നീട് ഇരിക്കുന്നത് ഫോണാണ്. ഇരിക്കുന്നു ഫോൺ, വേറെ ഒന്നുമില്ല. ഫോണിലേക്ക് വരാം. ഇതിന്റെ ഡിസൈൻ കാണാനായിട്ട് പലരും കാത്തിരിക്കുകയാണ്, ഞാൻ ഉൾപ്പെടെ. നമ്മൾ ഇതിൻ്റെ ഫോട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം 4A Proയുടെ ഫോട്ടോ ഞാൻ ഓൺലൈൻ കണ്ടപ്പോൾ ഞാൻ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്ത് ഇറക്കിയ ഒരു ഫോട്ടോ ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. പിന്നാണ് അറിഞ്ഞത് അത് ആ കണ്ട ഡിസൈൻ തന്നെയായിരുന്നു നത്തിങ് 4A Pro. സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് ഞെട്ടിയിരുന്നു. അതൊന്നുകൂടെ ഞെട്ടാൻ പോവുകയാണ്. യെസ്, ഇതാണ് നത്തിങ് 4A Pro. എന്ത് തന്നെയായാലും ഈ ഒരു ക്യാമറ മൊഡ്യൂള് സാധാരണ നത്തിങ്ങിൻ്റെ മുൻകാല ഫോണുകളിൽ നിന്നും എല്ലാം വ്യത്യസ്തം തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം നത്തിങ് ഫോൺ 3യുടെ ഡിസൈനുമായിട്ട് എവിടെയൊക്കെയോ ഒരു ചെറിയ ലാഞ്ചന എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ത് തന്നെയായാലും ഓടായിട്ടുള്ള ഡിസൈൻ കൊണ്ട് നത്തിങ് നമ്മളെ ഓരോരുത്തരും ഞെട്ടിക്കുകയാണ്. ഈ ഒരു ഫോണിനകത്ത് ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, ഇവിടെ ടൈം കാണിക്കുന്നുണ്ട്. ഈ ടൈം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഓൾവേസ് ഓൺ ആണ്. നത്തിങ് 4A Pro എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ മെറ്റാലിക് ബോഡിയുമായിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു നത്തിങ്ങിൻ്റെ ഒരു ഫോൺ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ മെറ്റാലിക് ബോഡിയുമായിട്ട് വരുന്നത്. നേരത്തേക്ക് നമുക്കറിയാം നത്തിങ്ങിന്റെ ഫോണുകൾ ഒരു ട്രാൻസ്പെറൻസി ഡിസൈനിൽ പേര് കേട്ടിരുന്നു. അപ്പോൾ ട്രാൻസ്പെറൻസി ഡിസൈൻ വരണമെങ്കിൽ ഗ്ലാസ് ബോഡി വേണമായിരുന്നു. പക്ഷേ ഇവിടെ ട്രാൻസ്പെറൻസി ഡിസൈനും ഇല്ല, മെറ്റാലിക് ബോഡിയായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബെറ്റർ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. താഴെ വീണാലൊന്നും ഫോണിന്റെ ബോഡിക്ക് യാതൊരു വിഷയം വരില്ലെന്ന് പ്രതീക്ഷിക്കാം. ഈ കാണുന്ന ഭാഗത്തിന് നത്തിങ് വിളിക്കുന്ന പേര് ഗ്ലിഫ് മെട്രിക്സ് എന്നാണ്. അതായത് നത്തിങ്ങിന്റെ 3 എന്ന ഫോണിനകത്തായിരുന്നു അവർ ഇത്തരം ഒരു ഗ്ലിഫ് മെട്രിക്സ് കൊണ്ടുവന്നത്. അതാണ് ഇത്തവണ നത്തിങ് 4A Proയിലും നൽകിയിരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം കൂടെ പറയട്ടെ, ഇത് മെറ്റാലിക് ബോഡി ആയിട്ട് പോലും ഫോണിന്റെ തിക്നെസ് വളരെ കുറവാണെന്ന് പറയേണ്ടി വരും. 7.9 മില്ലിമീറ്റർ മാത്രമാണ് ഇതിന്റെ ഒരു തിക്നെസ്. അപ്പോൾ നത്തിങ് ക്ലെയിം ചെയ്യുന്നത് ഒരു മെറ്റാലിക് ബോഡിയുമായിട്ട് വരുന്ന ഏറ്റവും തിക്നെസ് കുറഞ്ഞ ഫോൺ എന്ന പ്രത്യേകതയാണ്. മാത്രമല്ല ഇന്ന് വരെ വന്നിട്ടുള്ള ഏതൊരു നത്തിങ് ഫോണിനേക്കാളും ഏറ്റവും സ്ലിം ഫോൺ എന്ന പ്രത്യേകതയും ഈ ഒരു നത്തിങ് 4A Proയ്ക്കുണ്ട്. ഈ ഫോണിനകത്ത് ഇതുപോലെ ഡിജിറ്റൽ ക്ലോക്ക് കൂടാതെ നമുക്ക് ബാറ്ററിയുടെ പെർസെൻറ്റേജ്, അതുപോലെ സോളാർ പാത്ത്, മൂൺ ഫേസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓൾവേസ് ഓൺ ആയിട്ട് ഈ ഒരു ഗ്ലിഫ് മെട്രിക്സിൽ കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫോണിന് മെറ്റാലിക് ബോഡി ആയിട്ട് പോലും വലിയ വെയിറ്റ് നമുക്ക് കയ്യിൽ പിടിച്ചാൽ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ എൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 210 ഗ്രാം ഉണ്ട്. പക്ഷെ അത്രയും ഫീൽ ചെയ്യുന്നില്ല സീരിയസ്ലി കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ. കാരണം അതിൻ്റെ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർ ആയിട്ടുള്ളത് കൊണ്ടാണ് ആ ഒരു വെയിറ്റ് കയ്യിൽ പിടിച്ചാൽ നമുക്ക് ഫീൽ ചെയ്യാത്തത്. ഫോണിലേക്ക് വരുന്ന ഓരോ റിംഗ് ടോൺ അനുസരിച്ച് ഈ ഒരു ഗ്ലിഫ് ഇന്റർഫേസിൽ ആ ഒരു അനിമേഷൻസ് പല രീതിയിലായിരിക്കും നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഒരു ഇൻഹാൻഡ് ഫീൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിന്റെ നത്തിങ് 4Aയുടെ വീഡിയോ ചെയ്തപ്പം പൊതുവെ നത്തിങ് ഫോണുകൾ കയ്യിൽ പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, വിഡ്ത്ത് കൂടുതലാണെന്ന് ഞാൻ പറയുണ്ടായി. പക്ഷേ ഈ ഒരു ഫോൺ അത്ര ഒരു ബുദ്ധിമുട്ട് ഇല്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഒരു ഇൻഹാൻഡ് ഫീൽ കൊള്ളാം. മൊത്തത്തിൽ മെറ്റാലിക് ബോഡിയൊക്കെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ കണ്ണടച്ച് തൊട്ട് കഴിഞ്ഞാൽ ഒരു ഐഫോണിന്റെ ഒരു ഫിനിഷ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈവൻ ഈ ഒരു ഫോണിന്റെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ചും ഒക്കെ ആ ഒരു ഗ്ലിഫ് മെട്രിക്സിൽ പല പല അനിമേഷനുകൾ ഇതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.83 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. നോക്കി, ഈ ബസ്സിലൊക്കെ വളരെ തിന്നാണ്. മാത്രമല്ല യൂണിഫോം ബസ്സിലാണ്. എനിക്ക് ഓർമ്മയുണ്ട് നത്തിങ്ങിന്റെ ഫോൺ 1ലാണ് ആദ്യമായിട്ട് ഈ 4 സൈഡിലെയും ബസ്സിൽ ഒരുപോലെ കൊണ്ടുവന്ന ബ്രാൻഡ് അല്ലെങ്കിൽ ഫോൺ എന്ന് പറയുന്നത് നത്തിങ് ഫോൺ 1 ആയിരുന്നു. അന്ന് അവർ ഈ ഒരു ഡിസ്പ്ലേയുടെ ഭാഗം ഒരേപോലെ ബസ്സിൽ ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു എഡ്ജ് ഭാഗങ്ങളൊക്കെ അകത്തേക്ക് മടക്കുന്ന ഒരു ടെക്നോളജിയിലാണ് കൊണ്ടുവന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഈ 4 സൈഡിലെയും യൂണിഫോം ബസ്സിൽ അത് നല്ല രസമുണ്ട്. അതുപോലെ AMOLED ഡിസ്പ്ലേ ആണ്. 1.5K റെസൊല്യൂഷൻ ഉണ്ട്. കഴിഞ്ഞ നത്തിങ് 3A സീരീസിൽ പോലും ഫുൾ HD+ റെസൊല്യൂഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 4A Proയിലേക്ക് വന്നപ്പോഴും 4Aയിലും ഇവർ ഈ പറയുന്ന 1.5K റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 144 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഡിസ്പ്ലേ വിഭാഗം നല്ല സ്മൂത്ത് ആൻഡ് റെസ്പോൺസീവ് ആണെന്ന് പറയേണ്ടി വരും. മാത്രമല്ല ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 5000 നിറ്റ്സ് ആണ്. നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് ഒന്നും യാതൊരു വിഷയമില്ല. 1600 നിറ്റ്സ് ആണ് ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഹയർ ബ്രൈറ്റ്നസ്. അതായത് നമുക്ക് നോർമൽ
ലെവലിൽ 1600 നിറ്റ്സ് കിട്ടും. HDR കണ്ടന്റ് കാണുമ്പോൾ വൈറ്റർ ഏരിയകളൊക്കെ 5000 നിറ്റ്സ് വരെ പോവുകയും ചെയ്യും. യൂട്യൂബിൽ HDR സപ്പോർട്ട് ഉണ്ട്, പക്ഷേ ഈ ഒരു ഫോണിനകത്ത് നെറ്റ്ഫ്ലിക്സിനകത്ത് HDR സപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതൊരു കുറവാണ്. മാത്രമല്ല ഫോണിന്റെ ഡിസ്പ്ലേ വന്നിട്ട് ഒരു 10-bit ഡിസ്പ്ലേ ആണ് നത്തിങ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം S26 Ultra പോലും 8-bit ഡിസ്പ്ലേ ആണ് ഇപ്പോഴും വരുന്നത്. പക്ഷേ സാംസങ് 10-bit ഡിസ്പ്ലേ ആണെന്ന് പറഞ്ഞിരുന്നത് ഒരു വിവാദമാവുകയും ചെയ്തിരുന്നു. ഡിസ്പ്ലേക്ക് ചെറിയ പോറലുകൾ വരാതിരിക്കുന്നതിന് വേണ്ടി കോണിംഗ് ഗോറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷനും നത്തിങ് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗന്റെ 7 Gen 4 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഫോണിന്റെ ആന്റിറ്റ്യൂഡ് സ്കോർ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി. 1.43 മില്യൺ ആണ് ഈ ഒരു ഫോണിന് ലഭിക്കുന്നത്. മാത്രമല്ല BGMA ഒക്കെ നമുക്ക് 120 FPS തന്നെ ഈ ഒരു ഫോണിനകത്ത് കളിക്കാനും സാധിക്കും. നമുക്ക് മാക്സിമം 12 GB റാം വരെയും അതുപോലെ 256 GB വരെയും ഇന്റേണൽ സ്റ്റോറേജ് ലഭിക്കും. ഈ ഒരു റാം ടൈപ്പ് വന്നിട്ട് LPDDR5X ഉം സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 3.1 ആണ്. അതുപോലെ തന്നെ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഏകദേശം 85% ആണ് ഒരു ടെസ്റ്റ് റിസൾട്ട് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. യാതൊരുവിധ ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നും ഈ ഒരു ഫോൺ കാണിക്കുന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കും. കഴിഞ്ഞ 3A സീരീസിൽ UFS 2 കൊടുത്തിരുന്നതിന് പഴികേട്ട ഒരു ബ്രാൻഡ് ആയിരുന്നു നത്തിങ്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിനകത്ത് നത്തിങ് പരിഹരിച്ചിട്ടുണ്ട്. ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5400 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ചാർജിങ്ങിന് 50 വാട്ടിന്റെ ചാർജിങ് സ്പീഡ് ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യും. ഫോണിന്റെ ബോക്സിനകത്ത് ചാർജർ ഇല്ല എന്നുള്ളതും ഓർക്കണം. നത്തിങ് ചാർജർ കൊടുത്ത വളരെ ചുരുക്കം ഫോണേ ഉള്ളൂ. അത് CMF എന്ന് പറയുന്ന ഇവരുടെ സബ് ബ്രാൻഡിൽ മാത്രമാണ്. എന്തായാലും ഈ ഒരു ഫോണിനകത്തും ചാർജർ നൽകിയിട്ടില്ല. അപ്പോൾ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് പോയിന്റിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. എന്നാൽ നമുക്ക് റിവേഴ്സ്ലി വയേർഡ് ആയിട്ട് നമുക്ക് 7.5 വാട്ടിൽ മറ്റ് ഫോണുകൾ വേണമെങ്കിൽ ചാർജ് ചെയ്യാം. നത്തിങ് ഫോണുകളുടെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഇവരുടെ എസെൻഷ്യൽ സ്പേസ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് ഈ കാണുന്ന എസെൻഷ്യൽ കീയിൽ നമ്മൾ ഇതുപോലെ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസെൻഷ്യൽ സ്പേസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതായത് ഈ ഒരു ഫോണിനകത്ത് നമ്മൾ കാണുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് ഈ ഒരു കീ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് സേവ് ചെയ്തിടാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് IPLന്റെ ഫിക്സ്ചർ നമ്മൾ കണ്ടെന്നിരിക്കട്ടെ പേപ്പറിൽ, നമ്മൾ അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഈ ഒരു ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എസെൻഷ്യൽ സ്പേസിലേക്ക് സേവ് ആവുകയും ആ ഓരോ ദിവസവും കളികൾ നടക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ അതെല്ലാം നമ്മളുടെ ഫോണിൽ ഷെഡ്യൂളുകളായിട്ട് സേവ് ചെയ്യപ്പെടുകയും ചെയ്യും എയുടെ സഹായത്തോടുകൂടി. അപ്പോൾ ഈ ഒരു എസെൻഷ്യൽ സ്പേസ് വലിയ ഉപകാരം ചെയ്തൊരു കാര്യമാണ്. ഈ ഒരു ഫോൺ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇത് ഒരുപാട് യൂസ്ഫുൾ ആണ്. മാത്രമല്ല ഇപ്പോൾ എസെൻഷ്യൽ സ്പേസ് നത്തിങ്ങിന്റെ എല്ലാ ഫോണുകളിലും ക്ലൗഡ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾ ഒരു ഫോണിൽ സേവ് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റു ഫോണിലും ലഭിക്കുകയും ചെയ്യും. അടുത്തായിട്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ നത്തിങ് എപ്പോഴും ഞാൻ ഇവരുടെ ആദ്യ ഫോൺ മുതൽ ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്, ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഫോൺ 1 മുതൽ നത്തിങ്ങിന്റെ ക്യാമറ സെറ്റപ്പ് അല്ലെങ്കിൽ നത്തിങ്ങിന്റെ ക്യാമറ പെർഫോമൻസ് എപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ഐഫോൺ ലൈക്ക് ഫോട്ടോകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. അത്തരം ഒരു ട്യൂണിങ് അവർ ആദ്യം മുതലേ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് സത്യം തന്നെയാണ്. മാത്രമല്ല സാധാരണ ഇത്തരം പ്രൈസ് പോയിന്റിലൊക്കെ പലരും ടെലിഫോട്ടോ സെൻസർ ഒഴിവാക്കി നോർമൽ സെൻസറും വൈഡ് ആംഗിൾ സെൻസറും മാത്രം കൊടുത്താണ് ഇപ്പോൾ പ്രൈസ് ലാഭം കൊണ്ടുവരുന്നത്. അവിടെ എന്തായാലും നത്തിങ് ഇതിൽ നിന്നും വില കുറഞ്ഞ നത്തിങ് ഫോണുകൾ ഈവൻ 4A പോലും, ഇത് 4A Pro ആണല്ലോ, 4A പോലും നത്തിങ് ടെലിഫോട്ടോ സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല. 3.5x ടെലിഫോട്ടോ സെൻസർ കൊടുത്തിരിക്കുന്നു. അതും 50 MP ടെലിഫോട്ടോ സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പ്രൈമറി സെൻസർ ആയിട്ട് ഒരു 50 MP സെൻസർ കൊടുത്തിട്ടുണ്ട്. 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സെൽഫി എടുക്കുന്നതിന് വേണ്ടി 32 MP ഒരു സെൽഫി സെൻസറുമാണ് ഈ ഒരു ഫോണത് നൽകിയിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഇതിന്റെ നോർമൽ സെൻസറിലും അതുപോലെ ഈ പറയുന്ന ടെലിഫോട്ടോ സെൻസറിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോകൾ നോർമലിലും അതുപോലെ ആ ഒരു ടെലി സെൻസർ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാനാകും. ഫോണിന്റെ ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ ഈ ഫോണിനകത്ത് എടുക്കുന്ന ഫോട്ടോകളും വീഡിയോകളും ഞാൻ കണ്ടപ്പോൾ എനിക്ക് ടോട്ടലി ഇംപ്രസ്ഡ് ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണെന്ന് പറയേണ്ടി വരും. എസ്പെഷ്യലി നമ്മൾ ഈ ഒരു ഫോണിനകത്ത് 3.5x ടെലിഫോട്ടോയിലും 7x മാറി കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ 3.5x ഇട്ടോ അല്ലെങ്കിൽ 7x ഇട്ടോ ആണ് നമ്മൾ കൂടുതൽ ഫോട്ടോ എടുക്കാൻ തുനിയുന്നത്. കാരണം അതിനകത്താണ് ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോകൾ കിട്ടുന്നത്. അടിപൊളി ഫോട്ടോ ആണ്. എസ്പെഷ്യലി പോർട്രേറ്റ് മോഡിലേക്ക് ഇട്ട് ടെലിഫോട്ടോയെ ഉപയോഗിച്ച് ഫോട്ടോകൾ എടുക്കുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ബോക്കെയൊക്കെ കിടിലമായിട്ട് കിട്ടുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ഇനി പോർട്രേറ്റ് മോഡ് ഇട്ടില്ല, നോർമൽ ഫോട്ടോയിൽ തന്നെ ഒരു 3.5x ഒക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ നോർമലായിട്ട് ബെറ്റർ ബോക്കയും തരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ഞാൻ ഈ സ്കൈയുടെ ഫോട്ടോകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലൗഡ്സ് കാണുന്നുണ്ട്, വൈറ്റ് ആയിട്ട് ക്ലൗഡ്സ് കാണുന്നുണ്ട്. പല ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ സ്കൈയുടെ ഫോട്ടോകൾ എടുത്തിട്ടുണ്ടെങ്കിലും ഇത്രയും അടിപൊളിയായിട്ട് ആ സ്കൈയുടെ ബ്ലൂ കളറും ക്ലൗഡ്സിന്റെ വൈറ്റ് കളറും വേർതിരിച്ച് അടിപൊളിയാക്കി തരുന്നത് ഈ ഒരു ഫോണിനകത്ത് ഞാൻ ശ്രദ്ധിച്ചു. അടിപൊളിയായിട്ടാണ് ആ ഒരു HDR എഫക്റ്റ് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നത്. എന്തായാലും ക്യാമറയിൽ ഈ ഒരു ഫോൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം മുതലേ ഉള്ള നത്തിങ് ഫോണുകളുടെ ക്യാമറ എടുത്തു പറയേണ്ടതാണ്. ഐഫോണിന്റെ ഒരു ക്യാമറ പെർഫോമൻസ് പോലുള്ള ഒരു ട്യൂണിംഗ് ആണ് ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രോസസ്സിംഗ് ഈ ഫോണിനകത്ത് നടക്കുന്നുള്ളതായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ കാണുന്നുണ്ട്. എന്തായാലും അടിപൊളി ഫോട്ടോകളും വീഡിയോകളും തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. അടിപൊളി സെൽഫി ഫോട്ടോകളും തരുന്നുണ്ട്, അതുപോലെ സെൽഫി വീഡിയോകളും കൊള്ളാം. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ലോ ലൈറ്റ് ഫോട്ടോകളാണ്. ഈ കാണുന്ന ഫോട്ടോ ഞാൻ ലോ ലൈറ്റിൽ എടുത്തൊരു ഫോട്ടോ ആണ്. ഇങ്ങനെയാണ് ഞാൻ കണ്ടത്. എന്നാൽ നൈറ്റ് മോഡ് ഓൺ ആക്കി ഈ ഒരു സെയിം സ്ഥലത്തെ ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വെട്ടം കൊടുത്ത് അടിപൊളിയാക്കിയാണ് തന്നത്. അപ്പോൾ നൈറ്റ് മോഡും അടിപൊളിയാകുന്നുണ്ട്. പക്ഷേ അത് നാച്ചുറൽ ഫോട്ടോയിൽ നിന്ന് ഒരുപാട് ലൈറ്റ് കൂടുതൽ പ്രോസസ്സ് ചെയ്ത് നൽകിയാണ് ആ ഒരു വെളിച്ചം കൂട്ടി നൽകുന്നത്. പക്ഷേ ഒരു കാര്യം എടുത്ത് പറയട്ടെ, നമ്മൾ നൈറ്റ് മോഡ് ഓൺ ആക്കിയാലും
ഓണോ ആക്കിയില്ലെങ്കിലും യാതൊരുവിധ ഗ്രെയിൻ ഇല്ലാത്ത ലോ ലൈറ്റ് ഫോട്ടോകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഫോട്ടോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഞാൻ ടോട്ടലി ഇംപ്രസ്ഡ് ആണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സെൽഫി ക്യാമറയിൽ ഇതുപോലെ ഫുൾ HD 60 FPS ഉള്ളൂ, 4K സപ്പോർട്ട് ഇല്ല. വൈഡ് ആംഗിളിലേക്ക് വരുമ്പോൾ ഫുൾ HD 30 FPS ഉള്ളൂ, വൈഡ് ആംഗിളിലും 4K സപ്പോർട്ട് നൽകിയിട്ടില്ല. എന്നാൽ നോർമൽ സെൻസറിൽ നമുക്ക് 4K 30 FPS വരെ മാക്സിമം വീഡിയോകൾ ഷൂട്ട് ചെയ്യാനും സാധിക്കും. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 16 അധിഷ്ഠിതമായിട്ട് നത്തിങ് OS 4.1 ലേറ്റസ്റ്റ് നത്തിങ് OS ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവരുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അത് പറഞ്ഞറിയിക്കേണ്ട ഒരു സാധനം തന്നെ, അടിപൊളിയാണ്. ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് സമാനമായിട്ടുള്ള ഒരു UAE ആണ് ഇത്തരത്തിൽ നത്തിങ് OS എന്ന് പറഞ്ഞ് നൽകുന്നത്. നേരത്തെയൊക്കെ ഇത്തരം നത്തിങ്ങിന്റെ ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിലൊന്നും ബ്ലോട്ട് വേസുകളെ കാണുകയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അടുത്തിടെ ആയിട്ട് അവരുടെ വില കുറഞ്ഞ ഫോണുകളിൽ ഈ പറയുന്ന ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഇത്തരത്തിൽ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ള ഓർക്കണം. പക്ഷേ ഈ 2 ആപ്പേ ഉള്ളൂ. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന മറ്റ് ചില ബ്രാൻഡുകൾ, എക്സാമ്പിൾ റിയൽമി, അതുപോലെ വിവോ അങ്ങനെയുള്ള ഫോണുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തുവേണ്ടി ബ്ലോട്ട് വേസുകളാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ. എന്തായാലും ഇതിനകത്ത് ഈ 2 ആപ്പേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബാറ്ററി ഒപ്റ്റിമൈസേഷനൊക്കെ അടിപൊളിയായിരിക്കും എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അനാവശ്യമായിട്ടുള്ള ആപ്പ് കയറുമ്പോഴാണല്ലോ അവ ബാക്ക്ഗ്രൗണ്ടിൽ നിരവധിയായിട്ട് ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്നത്. മാത്രമല്ല ഇവരുടെ ഈ ഒരു ക്ലീൻ ആയിട്ടുള്ള യൂസർ ഇന്റർഫേസും ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ഒക്കെ നൽകും. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. ഈ ഒരു ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സത്യമായിട്ട് പറയട്ടെ, ഇതിന്റെ ആ ഒരു UI ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഫോണുകളുടെ UI നമുക്ക് അത്രയും ഇഷ്ടപ്പെടില്ല എന്നുള്ളതും സത്യമാണ്. ഹാപ്റ്റിക്സിനെ പറ്റി പറഞ്ഞാൽ ബൈ ഡിഫോൾട്ട് നമ്മൾ ഈ ഒരു ഫോൺ വാങ്ങുമ്പോൾ ഇവിടെ ഹാപ്റ്റിക്സ് മീഡിയം ആണ് കിടക്കുന്നത്. അത് ഹൈ ആക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഹാപ്പി ഫീഡ്ബാക്ക് ലഭിക്കുന്നുണ്ട്. പലർക്കും അറിയേണ്ടത് കോൾ റെക്കോർഡിംഗ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ഇതിനകത്ത് ഗൂഗിൾ ഡയലറാണുള്ളത്. അങ്ങനെ തലക്കിൽ വിളിച്ച് പറയാനുള്ള കോൾ റെക്കോർഡിംഗ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിനകത്തില്ല. നിലവിൽ ഇത് ആൻഡ്രോയിഡ് 16 ആണ്. 3 ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ കിട്ടും. അതായത് ആൻഡ്രോയിഡ് 19 വരെ പോകും. 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ഫോണിനകത്ത് നത്തിങ് കൊടുക്കുന്നുണ്ട്. ഫോണിന്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. വോളിയം ഓക്കെ ആണ്. ഒരു അല്പം കൂടി വോളിയം ഉണ്ടായിരുന്നെങ്കിൽ തോന്നി. ഞാൻ ഇതിനകത്ത് പാട്ട് കേട്ടപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ വോളിയം കൂട്ടി നോക്കി. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് മാക്സിമത്തിൽ ഇരിക്കുകയാണ് വോളിയം. അപ്പോൾ അതുകൊണ്ട് തന്നെയും എനിക്ക് ഇതിൽ നിന്ന് കുറച്ചുകൂടെ വോളിയം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് പലപ്പോഴും തോന്നിയിരുന്നു. എങ്കിലും സൗണ്ട് ക്വാളിറ്റി ബെറ്റർ ആണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നത്തിങ് നൽകിയിരിക്കുന്നത്. IP65 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. Wi-Fi 6 ആണ് ഈ ഒരു ഫോണിനകത്ത് വരുന്നത്. ഈ ഒരു ഫോണിനകത്ത് eSIM സപ്പോർട്ട് നൽകിയിട്ടില്ല. ഇത് ഇന്ത്യയിൽ മാത്രം വരുന്ന മോഡലിനാണ് eSIM സപ്പോർട്ട് ഇല്ലാത്തത്. അതേസമയം മറ്റ് ഗ്ലോബൽ രാജ്യങ്ങളിൽ വരുന്ന മോഡലിന് eSIM സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനകത്ത് NFC സപ്പോർട്ട് ഞാൻ ചെക്ക് ചെയ്തു. NFC സപ്പോർട്ട് ഉണ്ട്. ആദ്യം തന്നെ ഞാൻ ഇതിനകത്ത് NFC സപ്പോർട്ട് ചെക്ക് ചെയ്തു. കാരണം ഇതിനോടൊപ്പം വന്ന നത്തിങ് 4A അവർ NFC ഇന്ത്യയിൽ കൊടുത്തിരുന്നില്ല. പക്ഷേ എന്തായാലും ഇതിനകത്ത് NFC സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയിൽ വരുന്ന മോഡലിന് മാത്രം 5400 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഗ്ലോബലി മറ്റ് രാജ്യങ്ങളിൽ വരുന്നതിന് 5040 mAh ബാറ്ററി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യത്തിൽ ഇന്ത്യയിലേക്ക് വരുന്ന മോഡലിന് ഒരു പ്രിഫറൻസ് കൊടുത്ത് കുറച്ചുകൂടി 400 mAh അല്ലെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി കൂടുതൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ eSIM സപ്പോർട്ട് ഒഴിവാക്കിയിട്ടുണ്ട് ഇന്ത്യൻ വേരിയന്റിൽ. അടുത്തതായിട്ട് നത്തിങ് 3A പ്രോയിൽ നിന്ന് നത്തിങ് 4A പ്രോയിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ അപ്ഗ്രേഡുകൾ വന്നു എന്ന് ചോദിക്കുന്നവരോട്, നത്തിങ് 4A പ്രോയിലേക്ക് വന്നപ്പോൾ പ്രോസസർ 7S Gen 3യിൽ നിന്ന് 7 Gen 4ലേക്ക് അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. ഡിസ്പ്ലേ ഈ പറയുന്ന ഫുൾ HD+ റെസൊല്യൂഷനിൽ നിന്ന് 1.5K റെസൊല്യൂഷനിലേക്ക് അപ്ഗ്രേഡ് വന്നു. 120 Hz റിഫ്രഷ് റേറ്റിൽ നിന്ന് 144 Hzലേക്ക് റിഫ്രഷ് റേറ്റ് കൂടിയിട്ടുണ്ട്. 3000 നിറ്റ്സിൽ നിന്ന് 5000 നിറ്റ്സിലേക്ക് പീക്ക് ബ്രൈറ്റ്നസ് കൂടിയിട്ടുണ്ട്. ക്യാമറയിൽ നമുക്ക് 60x വരെ ആയിരുന്നു നമുക്ക് 3A പ്രോയിൽ മാക്സിമം സൂം ചെയ്യാമെന്നെങ്കിൽ ഇതിനകത്ത് 140x സൂം ചെയ്യാൻ സാധിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. സാധാരണ നമുക്കറിയാം സാംസങ്ങിലൊക്കെ 100 സൂമിങ് 120x സൂമിംഗ് ഒക്കെ വന്നു. ഇതിനകത്ത് 140x സൂമിംഗ് ഉണ്ട്. പക്ഷേ ആ 140x സൂം ചെയ്തെടുക്കുന്ന ഫോട്ടോകൾ അൺയൂസബിൾ ആണ്. വലിയ ഉപയോഗം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഒരു ഡൗൺ ഗ്രേഡ് ഈ ഒരു ഫോണിനകത്ത് വന്നിട്ടുണ്ട്. 3A പ്രോയിൽ സെൽഫി ക്യാമറ വന്നിട്ട് 50 MP ആയിരുന്നെങ്കിൽ ഇവിടെ സെൽഫി ക്യാമറ 32 MP ആക്കി ഡൗൺ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡൗൺ ഗ്രേഡ് ഞാൻ നോക്കിയിട്ട് കണ്ടുള്ളൂ. അതുപോലെ 5000 mAh നിന്നും ഇതിൽ 5400 mAh വന്നിട്ടുണ്ട്. IP64 ആയിരുന്നു 3A പ്രോയിലെങ്കിൽ ഇതിനകത്ത് IP65 ആണ് കൊടുത്തിരിക്കുന്നത്. 3A പ്രോയിൽ വന്നിട്ട് ഗ്ലിഫ് ലൈറ്റുകളായിരുന്നെങ്കിൽ ഇവിടെ ഗ്ലിഫ് മെട്രിക്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അപ്ഗ്രേഡുകളാണ് 3A പ്രോയിൽ നിന്ന് 4A പ്രോയിലേക്ക് വരുമ്പോൾ നത്തിങ് നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഓരോന്നായിട്ട് അരിച്ചു പറക്കി പറയാം. ഇങ്ങനെ ദോഷങ്ങൾ അരിച്ചു പറക്കി പറയുന്നതുകൊണ്ടായിരിക്കും കഴിഞ്ഞ ചില വീഡിയോകളൊക്കെ പറയുന്നുണ്ട് അമ്മാവൻ സ്റ്റൈലിലാണ് ഇപ്പോൾ ദോഷങ്ങൾ പറയുന്നതെന്നൊക്കെ കമന്റുകൾ വരുന്നുണ്ട്. എന്തായാലും ശരി, ഓരോ ഗുണങ്ങളും ദോഷങ്ങളായിട്ട് നോക്കാം. അതായത് ഈ ഫോണിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇതൊരു UK ബേസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്, ഒരു ചൈനീസ് ബ്രാൻഡ് അല്ല. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് ടെലിഫോട്ടോ സെൻസർ കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈസ് പോയിന്റിൽ പല ബ്രാൻഡുകളും ടെലിഫോട്ടോ സെൻസർ കൊടുക്കാതെയാണ് ഫോണുകൾ ഇറക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് മെറ്റാലിക് ബോഡിയാണ്, നല്ലൊരു ബിൽഡ് ക്വാളിറ്റി അതുകൊണ്ട് തന്നെ ലഭിക്കുന്നുണ്ട്. നല്ലൊരു ഡ്യൂറബിലിറ്റി നമുക്ക് ഈ ഒരു ഫോണിനകത്ത് അതുകൊണ്ട് തന്നെ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ നത്തിങ് OS ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നല്ല ഫ്ലൂയിഡിക് ആയിട്ടുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് തരുന്നുണ്ട്. അതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. സാധാരണ നമ്മൾ കണ്ട് പരിചിതമായിട്ടുള്ള ഒരു ഡിസൈൻ അല്ല ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട്
സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് നല്ല ബെറ്റർ ആയിട്ടുള്ള ക്യാമറയാണ് നത്തിങ് കൊടുത്തിരിക്കുന്നത്. അടിപൊളി ക്യാമറയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ക്യാമറ ഇഷ്ടപ്പെട്ടു. അതുപോലെ ഡിസ്പ്ലേ നല്ല മനോഹരമായിട്ടുള്ള ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേയുമാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പെർഫോമൻസിനെ പറ്റി പറഞ്ഞാലും നല്ല പെർഫോമൻസ്, ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ കുറവുകൾ പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ കുറവെന്ന് പറയുന്നത് ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് ഫോൺ ചാർജർ തരുന്നില്ല എന്നുള്ളത്. രണ്ടാമത്തെ കുറവെന്ന് പറയുന്നത് ഇതിൻ്റെ സെൽഫി ക്യാമറയിൽ 4K സപ്പോർട്ട് ഇല്ല. അതുപോലെ മൂന്നാമത്തെ കുറവെന്ന് പറയുന്നത് വൈഡ് ആംഗിളിലും 4K സപ്പോർട്ട് നൽകുന്നില്ല എന്നുള്ളതാണ്. നാലാമത്തെ കുറവെന്ന് പറയുന്നത് ഇതിൻ്റെ ബേസ് വേരിയന്റ് നമ്മൾ വാങ്ങിയാൽ 8GB റാം 128GB ഇന്റർണൽ സ്റ്റോറേജ് ആണ് ലഭിക്കുന്നത്. നേരത്തെയൊക്കെ ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ നമുക്ക് 12GB റാം 256GB ആയിരുന്നു ലഭിക്കുന്നത്. അപ്പോൾ പ്രൈസ് കട്ടിന് വേണ്ടിയിട്ടായിരിക്കണം ബേസ് വേരിയന്റ് കുറച്ച് താത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ IP റേറ്റിംഗ് IP65 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പ്രൈസ് പോയിന്റിലുള്ള ഫോണുകൾ IP69 ഒക്കെ വരുന്നുണ്ട്. വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടില്ല, eSIM സപ്പോർട്ടും കൊടുത്തിട്ടില്ല. അത് രണ്ടും വേണമെങ്കിൽ കുറവായിട്ട് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ഫോണിനകത്ത് നോക്കിയിട്ട് കാണുന്ന കുറവുകൾ. അപ്പോൾ ഫോൺ എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഇതിൻ്റെ ഡിസൈനൊക്കെ അടിപൊളി, ആരും നോക്കി പോകുന്ന ഡിസൈൻ. അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. 39,999 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ ആക്ച്വൽ പ്രൈസ്. പക്ഷേ നമുക്ക് എക്സ്ചേഞ്ച് ബോണസും ഈ പറയുന്ന ബാങ്ക് കാർഡ് ഓഫറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ 32,900 രൂപയിൽ എത്തിച്ച് മേടിക്കാൻ സാധിക്കും. അപ്പോൾ 39,999 ആക്ച്വൽ പ്രൈസ്, 2,000 രൂപ ബാങ്ക് കാർഡ് ഓഫർ കിട്ടും, എക്സ്ചേഞ്ച് ഓഫറിൽ ബാക്കി എമൗണ്ട് കിട്ടും. അങ്ങനെ 32,900 എന്ന് പറയുന്ന പ്രൈസിൽ നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ഫോണിനെ കുറിച്ച്? വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഇതുപോലെ മനോഹരമായിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ് നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടണമെങ്കിൽ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.